ഹലോ മക്കളെ, ഇന്ന് നല്ലൊരു പോസിറ്റീവ് വൈബിലുള്ളൊരു വ്ളോഗായാലോ? അതെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചെടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. മെയ് 23 ആയിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ചിറങ്ങി അമ്പലത്തിലോട്ട് വെച്ച് കുടിച്ചു കേട്ടോ. മല്ലേശ്വര മുടിയുടെ നേരെ മുന്നിലായിട്ടാണ് നമ്മുടെ മല്ലേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പോക്ക്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഏട്ടനുണ്ടായിരുന്നു, പിന്നെ കുട്ടിപ്പട്ടാളം ഉണ്ടായിരുന്നു കേട്ടോ, അമ്പിളിയും പൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ പൂജ നടക്കുമായിരുന്നു. നോക്കിയപ്പം ചോറൂണിൻ്റെ പരിപാടികളായിരുന്നു. അപ്പോൾ ശരി, അതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. പിള്ളേരെ കുട്ടീസൊക്കെ ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. മഴ പെയ്ത് തോർന്നതുകൊണ്ട് ഒരു നല്ല പ്രത്യേക വൈബുള്ള ഒരു എന്താ പറയുക ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പൊന്നു നമുക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് തന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഭഗവാനോട് പറയേണ്ടത് ഭഗവാനോടും നന്ദീനോട് പറയാനുള്ളത് നന്ദീനോട് എനിക്ക് കുറച്ച് സ്വകാര്യമൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതൊക്കെ അങ്ങോട്ട് നടത്തി കേട്ടോ. നന്ദി എന്തായാലും നമ്മളെ പരിഗണിക്കും എന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ അമ്പലത്തിൽ പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ടായിരിക്കും, നല്ല വിശപ്പായിരുന്നു. ഞാൻ 2-3 വട്ടമൊക്കെ മേടിച്ച് അകത്താക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ എന്താ പറയുക ഒന്ന് ചുറ്റി നടന്നു കേട്ടോ. ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് പൊതുവേ അമ്പലമായാലും പള്ളിയായാലും എല്ലാം നമുക്ക് മനസ്സിനൊരു പ്രത്യേക എന്താ പറയുക സുഖം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണല്ലേ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ കയറി കേട്ടോ. ചായക്കടയിൽ കയറിയിട്ട് നല്ല ചൂട് ബജ്ജി ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ബജ്ജി ഞങ്ങളെല്ലാവരും ആളുടെ എണ്ണ എടുത്തിട്ട് ബജ്ജി മേടിച്ച്, പിന്നെ ചായയും ബജ്ജീൻ്റെ കൂടെ നല്ല മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ബജ്ജിയൊക്കെ കഴിച്ച് നല്ല ചൂട് ചായയും കുടിച്ച് ആഹാ എന്ത് മോർണിംഗ് അടിപൊളിയായിട്ട് അങ്ങ് തുടങ്ങി കേട്ടോ. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമാവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് പേര്, അതായത് വീഡിയോ കണ്ട് പോലും പരിചയമുള്ള ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും എന്താ പറയുക, എനിക്ക് നല്ലൊരു ബർത്ത്ഡേ ആണ് ഈ വർഷം എല്ലാവരും കൂടി സമ്മാനിച്ചത്.